കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചാ വിഷയമായിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ 5 വിജയും സംവിധായകനുമായ അഖിൽ മാരാരുടെ രാഷ്ട്രീയ പ്രവേശനമാണ്. സിനിമയിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും മലയാളികൾക്ക് സുപരിചിതനായ അഖിൽ തന്റെ രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയുന്നതിൽ എന്നും മടിയില്ലാത്ത വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹം NDA മുന്നണിയുടെ ഭാഗമായി 2020-ൽ ചേർന്നതും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തയും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അഖിൽ മാരാരുടെ രാഷ്ട്രീയ മാറ്റം അപ്രതീക്ഷിതമാണെന്ന് പലരും കരുതുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മുൻകാല നിലപാടുകൾ പരിശോധിക്കുമ്പോൾ ഇതൊരു സ്വാഭാവികമായ മാറ്റമാണെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല. മുൻപ് കോൺഗ്രസ് അനുഭാവിയായിരുന്ന അഖിൽ മാരാർ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള പ്രമുഖ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പല ചാനൽ ചർച്ചകളിലും കോൺഗ്രസിന് വേണ്ടി ശക്തമായി വാദിച്ചിരുന്ന ഒരു മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസ് നേതൃത്വവുമായി അദ്ദേഹം അകൽച്ചയിലായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ അകൽച്ചയ്ക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പാർട്ടിക്ക് വേണ്ടി ദീർഘകാലം നിലകൊണ്ടിട്ടും അർഹമായ സ്ഥാനങ്ങളോ പരിഗണനയോ ലഭിച്ചില്ല എന്ന പരാതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോൺഗ്രസ് സീറ്റ് നൽകാത്തതാണ് അദ്ദേഹം മുന്നണി മാറാൻ പ്രേരിപ്പിച്ചതെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രവർത്തന ശൈലിയിലുള്ള അതൃപ്തിയും 2020 മുന്നോട്ട് വയ്ക്കുന്ന വികസന മാതൃകയിലുള്ള താല്പര്യവുമാണ് അഖിലിനെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട്.